ഹലോ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പഴംനുറുക്കാണ്. നമുക്ക് പഴംനുറുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴംനുറുക്ക് ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ശർക്കര, തേങ്ങ, നെയ്യ്, ഏലക്കപ്പൊടി. നമുക്ക് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇതിനായി നേന്ത്രപ്പഴം എടുക്കുമ്പോൾ തീരെ പഴുക്കാത്തതും ആവരുത്, നന്നായി പഴുത്തതും ആവരുത്, മീഡിയം ആയിട്ടുള്ള പഴം എടുക്കുക. നേന്ത്രപ്പഴം നമ്മളിവിടെ മീഡിയം സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ഞാനിവിടെ പഴംനുറുക്ക് ഉണ്ടാക്കാനായി അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പാത്രം ചൂടാവുമ്പോൾ നമുക്ക് 3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് പഴം ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കാം. രണ്ട് സൈഡും നന്നായി മൊരിയിച്ചെടുക്കാം. നമ്മുടെ പഴം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വറ്റി വരണം. ഇത് പഴുപ്പിലേക്ക് പിടിച്ചൊന്ന് വറ്റി വരട്ടെ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് പഴം നന്നായി ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ വറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ രുചികരമായ പഴംനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ രുചികരമായ പഴനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തിരുവോണത്തിന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.